മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ളത് മലയാളം പരീക്ഷകളാണ് അല്ലെ. അപ്പൊ 2 പരീക്ഷയും ഒരു ദിവസമാണ് വരുന്നത്. അപ്പൊ രണ്ടും കൂടി കൂട്ടി നോക്കുമ്പോൾ നമുക്ക് കുറെ അധികം പാഠഭാഗങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് മലയാളം ഫസ്റ്റിൽ അല്ലെ, കേരള പാഠാവലിയിൽ ഏതൊക്കെ പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ടീച്ചർ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ പാഠഭാഗങ്ങളാന്ന് നോക്കാം. അപ്പൊ 2 യൂണിറ്റുകളിൽ നിന്നായിട്ട് നമുക്ക് 6ഓളം പാഠഭാഗങ്ങളാണ് ഈ ഒരു സെക്കൻഡ് ടേമിൽ അല്ലെ, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി നമുക്ക് പഠിക്കാനുള്ളത്. അത് മാത്രം പോരാ അല്ലെ, നിങ്ങൾ ഇത്രയും ദിവസം പരീക്ഷ എഴുതിയ ആളുകൾക്ക് അറിയാം സെക്കൻഡ് ടേമിലുള്ള പാഠങ്ങളിൽ നിന്ന് മാത്രമല്ല ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അല്ലെ. ഫസ്റ്റ് ടേമിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മറ്റു പാഠഭാഗങ്ങൾ കൂടെ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ എല്ലാം കൂടെ എന്ത് ചെയ്യണം, ഒരു ദിവസമേ നമുക്കുള്ളൂ അല്ലെ. അതായത് പിറ്റേന്ന് എന്ത് പരീക്ഷ, രണ്ടും ഒരു ദിവസമാണ്, മലയാളം ഫസ്റ്റും സെക്കൻഡും അല്ലെ. രാവിലെ ഉച്ചയായിട്ട് വൈകുന്നേരമായിട്ട് 2 പരീക്ഷകൾ ഒരു ദിവസമാണ്. അപ്പൊ അതിനൊക്കെ അല്ലേ ശാശ്വത പരിഹാരമായിട്ട് സൈലം ടീച്ചർ ഒക്കെ മക്കളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് അതൊന്നും ടെൻഷൻ ആവണ്ട. എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഏതൊക്കെ പാഠഭാഗങ്ങളാണ്? കുതുകമോട് ആലപിച്ചാലും എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് കളിപ്പാവകൾ എന്ന് പറയുന്ന പാഠഭാഗം, ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക്, വിശ്വം ദീപമയം, ജീവിതം ഒരു പ്രാർത്ഥന, പാരിന്റെ നന്മയ്ക്ക് അത്രേ എന്ന യൂണിറ്റിൽ നിന്ന് കാളകൾ സാക്ഷി. ഇത്രയും പാഠഭാഗങ്ങളാണ് സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്കുണ്ടാവാം. മാത്രമല്ല കേട്ടോ, ടീച്ചർ പറഞ്ഞു ഫസ്റ്റ് ടേമിലെ പാഠഭാഗങ്ങൾ കൂടെ എന്ത് ചെയ്യണം, നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോ കളിപ്പാവകൾ എന്ന് പറയുന്ന ഒരു നോവൽ ഭാഗം അല്ലെ, ആ നോവൽ ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. ആരാണ് എഴുതിയിരിക്കുന്നത്? NP അല്ലെ, NP മുഹമ്മദ് എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു നോവലാണ്. അപ്പൊ എന്താണ് നോവല്, അതിലുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, എന്താണ് ഇതെന്ന് ചോദ്യം ചോദിക്കുക അല്ലെ. അപ്പൊ കുറെ അധികം പേജുകളൊക്കെ നീണ്ടു പരന്ന് കിടക്കുന്ന ഒരു നോവൽ ഭാഗമാണ് അല്ലെ നമ്മളുടെ പാഠഭാഗം. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കാച്ചി കുറുകി പഠിക്കണം അല്ലെ. എന്താ ഏതാ എങ്ങനെയൊക്കെ എഴുതണം അതൊക്കെ നമുക്ക് പഠിക്കണം കേട്ടോ. അപ്പൊ ഒന്ന് ടെൻഷൻ ആവണ്ട, ലൈവ് ഒക്കെ ഉണ്ട്, മെഗാ മാരത്തോൺ ലൈവ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഏതാണ്? ആർഭാടത്തിൽ നിന്നും ലാളിത്യത്തിലേക്ക് എന്ന് പറയുന്ന പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടെ നമ്മൾ പഠിക്കേണ്ട അല്ലെ ഒരു ലേഖന ഭാഗമാണ് ഏത്? ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക് എന്ന് പറയുന്ന പാഠഭാഗം. MN വിജയൻ അല്ലെ, മലയാള സാഹിത്യത്തിലെ അത്രമേൽ അഗ്രഗണ്യനായിട്ടുള്ള അല്ലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള സാഹിത്യ നിരൂപകനാണ് MN വിജയൻ. അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള ഒരു ലേഖന ഭാഗമാണ് ഏത്? ആർഭാടത്തിൽ നിന്ന് ലാളിത്യത്തിലേക്ക്. ഇനി വിശ്വം ദീപമയം അല്ലെ, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കവിതയാണ്. ഉള്ളൂർ എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ലോകം മുഴുവൻ പ്രകാശം പരക്കട്ടെ എന്ന് പറയുന്ന രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ്. കവിതയിൽ നിന്നുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വൺ വേർഡ് ചോദ്യങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളത് എവിടുന്നാണ്? കവിതയിൽ നിന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആശയമൊന്നും കിട്ടാത്തത് കവിതയിൽ നിന്നാണ്. ടെൻഷൻ ആവണ്ട, അതൊക്കെ ടീച്ചർ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് മക്കളെ പഠിപ്പിച്ചു തരും. ഓക്കെ, അപ്പൊ ഇനി എന്താണ്? ജീവിതം ഒരു പ്രാർത്ഥന അല്ലെ. ജീവിതം ഒരു പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ആത്മകഥാഭാഗമാണ് അല്ലെ. ജീവിതം ഒരു പ്രാർത്ഥന എന്ന് പറയുന്ന ആത്മകഥാഭാഗമാണ് അല്ലെ. KM മാത്യു എഴുതിയിട്ടുള്ളതാണ്. ഇനി കാളകൾ എന്ന് പറയുന്ന P ഭാസ്കരന്റെ ഒരു കവിതയും ഉണ്ട് അല്ലെ. അപ്പൊ കാളകൾ എന്ന് പറയുന്നത് കുറച്ച് ആഴവും പരപ്പും ഗർത്തങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള, ഒറ്റ വായനയിലൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത essay വരെ അല്ലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള അല്ലെ A+ ചോദ്യങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ഒരു പാഠഭാഗം കൂടെയാണ് കാളകൾ എന്ന് പറയുന്ന പാഠഭാഗം അല്ലെ, കവിതാഭാഗം. അപ്പൊ അത് നമുക്ക് പരീക്ഷയ്ക്കുണ്ട്. ഇനിയുള്ളത് ഒരു കഥാഭാഗമാണ് അല്ലെ, സാക്ഷി എന്ന് പറയുന്ന കഥാഭാഗമാണ്. CV ശ്രീരാമൻ എഴുതിയിട്ടുള്ള അല്ലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള അല്ലെ ഒരു സ്ത്രീയുടെ ജീവിതത്തെ ഒക്കെ അടയാളപ്പെടുത്തുന്ന ഒരു കഥാഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഹാഫ് ഇയർലി അല്ലെ നമ്മുടെ സെക്കൻഡ് ടേമിലെ അല്ലെ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള പാഠഭാഗങ്ങൾ. അപ്പൊ ഇതൊക്കെ നമുക്ക് അല്ലെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ ഏറ്റവും എളുപ്പത്തിൽ അല്ലെ 40 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ പാഠഭാഗങ്ങളും നമുക്ക് പഠിച്ചെടുക്കണം. അപ്പൊ നിങ്ങൾ ഓക്കെ അല്ലേ? ടീച്ചറുടെ ഓക്കെയാണ്, സെറ്റാണ്, എല്ലാം ഓക്കെയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ A+ ചോദ്യങ്ങള് അല്ലെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി ടീച്ചർ റെഡിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സുകളിലേക്കൊക്കെ ഈ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സമയമാവുമ്പോൾ അല്ലെ നമ്മുടെ മെഗാ മാരത്തോൺ ലൈവിലേക്ക് ഇങ്ങനെ കൂട്ടമായിട്ട് എന്ത് ചെയ്യുക, പറന്ന് വന്നോളൂ കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാം അല്ലെ ഈ പരീക്ഷകൾ രണ്ടും എന്ത് ചെയ്യണം, നമുക്ക് തകർത്ത് അടിപൊളിയാക്കി നമുക്ക് പഠിക്കണം.